അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉപ്പാ ഉപ്പാ, നുസൈബ് വിളിക്കുന്നു. ആ മോളെ, എന്തേ? ഉപ്പാ, അതെ, എൻ്റെ അവിടുത്തെ സൗദത്ത് ഹോസ്പിറ്റലിലാണത്രേ. ആണോ? എന്താ പറ്റിയത് റബ്ബേ ആ കുട്ടിക്ക്? ഒന്നുമില്ല, വയറുവേദന എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ക്ഷീണമൊക്കെ ആയിട്ട് അഡ്മിറ്റാണെന്ന് പറഞ്ഞു മോളെ. ആണല്ലേ? ആ, ഇൻഷാ അല്ലാ നമുക്ക് പോകാൻ വേണ്ടി നോക്കാലോ. എടി നുസ്ര, നുസ്രത്തെ. ആ ഇക്ക, മോള് പറഞ്ഞത് കേട്ട്. ആ, ഓള് പറഞ്ഞത് ഞാൻ കേട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുട്ടികളെയും കുട്ടികളും പോകും, എന്താ വേണ്ടിയത്? അല്ലേ, പോകാൻ ഞാൻ മോശമല്ലേ, കാരണം ആ പിഞ്ചു കുട്ടി ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ പോയി നോക്കുക ഞമ്മക്ക് അല്ലേ. എന്നാൽ നുസൈബ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഉമ്മ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. ആ ഉമ്മ, കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാം. കാരണം ചിലപ്പോൾ ഉമ്മ അവിടെയാണ്, ആരുമില്ലല്ലോ അവിടെ. ഇനിയിപ്പോൾ ആ മോളെ, അത് നല്ല കാര്യം തന്നെ. നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരു പിടി ഭക്ഷണം കൈ പിടിക്കണം എപ്പോഴും നല്ലത്. നമ്മൾ വീട്ടിലത്തെ ഭക്ഷണമാകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണല്ലോ. അങ്ങനെയതാ നുസൈബയും ഉമ്മയും ചോറും കറിയും എല്ലാം ഉണ്ടാക്കുന്നു. കാരണം എന്തായാലും രാവിലെ അല്ലേ നമ്മൾ അറിഞ്ഞത്. ചായ ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് കഞ്ഞി എടുക്കാം. അങ്ങനെ അതാ കുറച്ച് കഞ്ഞിയും ഉണ്ടാക്കി ചോറും കറിയും എല്ലാം അവൾ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്നു. ഉമ്മ, മോളെ, ഒരുപാട് നേരം വൈകണ്ട, ഒന്ന് പോയി പോരുക വേഗം, അറിഞ്ഞാൻ പക്കം. ഉപ്പ തിരക്ക് കൂട്ടാൻ തുടങ്ങി. അല്ലുമ്മ, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ മോളെ, ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് മോളെ ഈ നിൽക്കുക ഈ കുഞ്ഞിനെയും കൊണ്ട്? ഉമ്മ, കുഞ്ഞിനെ ഉമ്മ നോക്കിക്കോളൂ, ഞാൻ നോക്കായിട്ടില്ല മോളെ. പക്ഷെ എന്നാലും അതിന് പാല് കൊടുക്കലൊക്കെ ഉമ്മ സാരല്ല, ഒരു 1-2 ദിവസമല്ലേ. ഇനിയിപ്പോൾ അഡ്മിറ്റൊക്കെ ആകുകയാണെങ്കിലും എന്താ ഏതാ ഒന്നും. എൻ്റെ പൊന്നാര മോളെ, അതൊന്നും ഉമ്മാൻ്റെ മോള് ഇപ്പോൾ വിചാരിക്കേണ്ട. അത് ഇൻഷാല്ലാ നമുക്ക് പോയിട്ട് നോക്കാം കേട്ടോ. എന്താന്ന് വെച്ചാൽ അല്ലഞ്ഞാൽ പിന്നെ ഇപ്പോൾ ആരാ അവിടെ, ഷാമോൻ ഒറ്റക്കോ? പിന്നെ ഓല ഉമ്മായിട്ട് ഓല് വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉമ്മ? മക്കളെ, അതൊക്കെ ആലോചിക്കുക. നിങ്ങൾ പോയി ആരെങ്കിലും ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. മനുഷ്യന്മാരെ കാര്യമല്ലേ, എന്താ ഏതാ എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ആ ഉപ്പ, ചോറ് ഊറ്റട്ടെ. അങ്ങനെ അതാ അവർ ചോറും കറിയും മീനും ഉപ്പേരിയും എല്ലാം എടുത്തുകൊണ്ട് അതാ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മോളെ, എന്താന്നാവല്ലേ ഉണ്ടായത്? ഉപ്പ അറിയില്ല. അത് ഉമ്മയോട് വിളിച്ച് ചോദിച്ചപ്പോഴേ ഉമ്മയാണ് പറഞ്ഞത് എന്നോട്. ആ, ഷാമോൻ വിളിച്ചീനടി. ഇല്ല, ഷാമോൻ വിളിച്ചിട്ടില്ല. ഷാമോൻ ഹോസ്പിറ്റലിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ആയിക്കോട്ടെ, പാവം ആ കുട്ടി എല്ലാവർക്കും ഉപകാരം ചെയ്യേണ്ട ഒരു കുട്ടിയായിപ്പോയി. പഠിച്ചോ ഓൻക്ക് അതിനുള്ള പ്രതിഫലമൊക്കെ കൊടുത്തോളും അല്ലേ. ആ അതെ. എന്നാൽ ഈ സമയം ഉമ്മ പറഞ്ഞു, ഷാമോൻ ഹോസ്പിറ്റലിൽ ഒറ്റക്കാണ്. ശരിയാണ്, അതത്ര നല്ലതൊന്നല്ലല്ലോ ഒറ്റക്ക് നിൽക്കണത്. അതിപ്പോൾ ഒപ്പം ഒരാളില്ലാഞ്ഞാലും പറ്റൂലല്ലോ. ഓളെ ബാപ്പാക്കാണെങ്കിൽ സുഖമില്ല. ഇമ്മയാണെങ്കിൽ പിന്നെ വലിയ ടച്ച് ഇല്ല ഓലേറ്റ്. പിന്നെ എളാമ, അവർക്ക് ഇനി പരിചയം ഉണ്ടാവോ എന്തൊക്കെയാവോ. ഏതായാലും വേഗം കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു. ആയുഷുമാക്ക് പിന്നെ ഇനിയിപ്പോൾ ഓളെ കുട്ടീനെ നോക്കണമല്ലോ. പഠിച്ചോനെ, ഇതാണ് ഈ പെൺവീട്ടുകാരൊക്കെ ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ് നിന്നാലൊക്കെ ഉള്ള കേട്. പിന്നെ നവാസാണെങ്കിൽ വലിയ ബന്ധവും കാര്യമൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് ഓൻ ഗൾഫിലും അല്ലേ, ഫസീലും കുട്ടികളും അവിടെയല്ലേ. ആ, എന്തൊക്കെ തന്നെയാലും വേഗം കഴിച്ചിലായാൽ മതിയായിരുന്നു റബ്ബേ. ഉമ്മ അതാണ് പറഞ്ഞത്. നീ ഒന്നും മിണ്ടാതിരിക്കും പെണ്ണേ. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ അത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഹോസ്പിറ്റൽ എത്തിത്തുടങ്ങി. നുസൈബ, അതെ ഉമ്മ, ചിലപ്പോൾ എനിക്ക് നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട്. ഓ പൊന്നു മോളെ, കുഞ്ഞിനെ ഇട്ടിട്ടൊക്കെ പോരും ഉമ്മ. അപ്പോൾ സൗദത്തിയുടെ കാര്യം ആലോചിച്ച് നോക്കി. സൗദത്തെ പാവാണ്. ജനിച്ചപ്പം തന്നെ കുട്ടീനെ കണ്ടിട്ടില്ല. ഇപ്പം വീണ്ടും സുഖമില്ലാതായിട്ട് അവരതാ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു. പാവാണുമ്മ, പാവാണ്. നമ്മൾ അതൊക്കെ കണ്ടറിയണ്ടേ. നമുക്ക് ഈ ഒരു ഗതി വരികയാണെങ്കിലോ? എൻ്റെ പൊന്നു മോളെ, നീ നിൻ്റെ മനസ്സുകൊണ്ട് തന്നെ നിനക്ക് അള്ളാഹു ഇതൊക്കെ നൽകിയിരിക്കണേ. എന്തായാലും പഠിച്ചോ നിൻ്റെ മനസ്സുപോലൊക്കെ ആക്കട്ടെ. അങ്ങനെ ഏതാ അല്പസമയത്തിന് ശേഷം ഷമ്മാസിന് വേണ്ടിയിട്ട് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് നമ്മുടെ നുസൈബ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. അല്ല, നുസിയാണല്ലോ. അവളിത് അറിഞ്ഞോ എന്താവോ? രാത്രി പറയാൻ നിന്നില്ല, ഇനിയിപ്പോൾ ടെൻഷൻ ആക്കണ്ട വെച്ചത്. ഹലോ, ആ ഇക്ക, നിങ്ങളെവിടെയാണ്?
ആ ഞാൻ ഹോസ്പിറ്റലിലാണ്, സൗദത്തേക്ക് സുഖമില്ലായിട്ട്. ആ ഓക്കെ. പിന്നെ ആ ഇക്ക, ആ ഹോസ്പിറ്റലിൽ ഉമ്മ പറഞ്ഞു. ഏതാ റൂം? ആ റൂം നമ്പർ 312. എന്തിനാ? അല്ല, എനിക്ക് അങ്ങോട്ട് ഞങ്ങൾക്ക് വരാനായിരുന്നു. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഡോക്ടർ ഒന്ന് ഡിസ്ചാർജിൻ്റെ കാര്യം ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് ഇനിയിപ്പോൾ വരുമൊന്നും വേണ്ട. ഇക്ക, ഞങ്ങളിവിടെ എത്തിയല്ലോ. ഓ, എത്തിയോ? എവിടെ? ആ എന്നാൽ 312ലേക്ക്. എന്തിനാ നൊസി കുഞ്ഞിനെയും കൊണ്ടൊക്കെ വന്നത് ഇങ്ങോട്ട്? അതിക്ക നിന്നിട്ട് നിൽപ്പെട്ടിട്ടില്ല, സമാധാനമില്ല. പിന്നെ ഇക്ക ഒറ്റക്കാണ് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ തീരെ സമാധാനം കിട്ടിയില്ല. ഓ അങ്ങനെ. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ അതാ അവർ 312 റൂം നമ്പർ കണ്ടുപിടിച്ചു. ഓ, എന്നാൽ ആ സമയത്ത് അതാ ഷമ്മാസ് വാതിലിൻ്റെ പുറത്തായിരുന്നു, അവൾ അകത്തുമായിരുന്നു. ഷമ്മാസിനെ അവർ കണ്ടു. ആ പിതാവ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. എന്തിനാ ഉപ്പ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അത് താത്താക്ക് എന്തൊരു ചെറിയ വയറുവേദനയൊക്കെ ആയിട്ട് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയും ഉണ്ടാകണ MRI സ്കാനിങ് എടുക്കാനൊക്കെ പറഞ്ഞത്, അല്ലാതെ കൂടുതലായിട്ടൊന്നും പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല. പൊന്നു മോനെ, കേട്ടപ്പോൾ സമാധാനം പോയി. അങ്ങോട്ട് പോന്നു. എന്നാ മോനെ ഇതങ്ങോട്ട് വെച്ചേക്ക്. ഉപ്പ അത് ഞാൻ ഓലെ കൊണ്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കിപ്പിച്ചാണ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ വെറും കൈയോടുകൂടി വരാൻ പറ്റുമോ? ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം വയറുവേദനയ്ക്കുള്ള സ്ഥിതിക്ക് ചെറിയരിൻ്റെ കഞ്ഞിയുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാതിരിക്കുക നല്ലത്. പ്രത്യേകിച്ച് ഹോട്ടലത്തെ ഒന്നും കഴിക്കരുത് പൊന്നാര മക്കളെ. അവരപ്പസോടെ അതും ഇതും ഇട്ടുകൊണ്ട് വീർപ്പിച്ച ചോറൊക്കെ ആയിരിക്കും. ഇത് നല്ല നമ്മളെ വീട്ടിലത്തെ ചോറ് തന്നെയാണ്. നല്ലോണം വിറകടുപ്പിൽ തിളച്ചുണ്ടായ ചോറ്. അതൊരു പിടി വറ്റാണ്ട് കൊടുത്താൽ മതി. ഓളെ വയറുവേദനയൊക്കെ മാറിക്കോളും. ശരിക്കും ഉപ്പയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ എനിക്ക് എൻ്റെ നുസൈബാനെ പോലെ തന്നെയല്ലേ ഓളും. സ്നേഹത്തോടെ അതാ അവർ അകത്തേക്ക് കയറി. എന്നാൽ അതാ അവരെ ശബ്ദം കേട്ടപ്പോൾ സൗദ ഒന്നും അറിയാത്ത രീതിയിൽ അതാ കിടക്കുകയാണ്. എന്നാൽ നേരെ അത് നുസൈബ. ഇത്ത എന്തു പറ്റി ഇത്ത? ആ നുസിയെ, ഈ വന്നോ? എൻ്റെ നുസിയെ, ഞാൻ മരിക്കാനടി. എന്താ ഇത്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേടി, എനിക്ക് തീരെ വയ്യ, എന്നെക്കൊണ്ട് കഴിയൂല. ഇത്ത എന്ത് പറ്റി? വരി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ല മോളെ, എനിക്ക് ഇപ്പോൾ വേണ്ട. എനിക്ക് ഷാമോനിപ്പോൾ ചായയും കടയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നിർബന്ധിച്ച് എന്നെ കൊണ്ട് തീറ്റിപ്പിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ എനിക്ക് കഴിക്കാൻ കഴിയൂല എന്നപ്പോൾ ഷാമു എനിക്ക് വാരി തന്നിക്കാണ് ചെയ്തത്. എന്നാൽ അത് കേട്ടപ്പോൾ നുസൈബ ഒരു നിമിഷം ഞെട്ടി. അവളുടെ ആ ഒരു മാനസികാവസ്ഥ വീണ്ടെടുത്തിട്ട് വിചാരിച്ചു, റബ്ബേ അത് പേഷ്യൻ്റാണ്, സുഖമില്ലാത്ത അവസ്ഥയാണ്, ആരുമില്ലാത്തതാണ്, അതുകൊണ്ട് അതെ ഒരു കുഴപ്പമില്ല. അതിനെന്താ? ഷാമോനെ അതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് വരി കുറച്ച് ചെറിയരിൻ്റെ കഞ്ഞി. അയ്യേ, എനിക്ക് ഇഷ്ടമല്ല ചെറിയരിൻ്റെ കഞ്ഞി. എന്നാൽ പിന്നെ നല്ല ചൂടുള്ള ചോറുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട എനിക്ക്, അവിടെ നിന്നോട്ടെ, അതൊക്കെ പിന്നെ കഴിച്ചോളാം. ഓഹ്, എനിക്ക് വയ്യടി, ഞാൻ മരിച്ചു പോകാൻ തോന്നുന്നുണ്ട്. നുസിയെ എടി. നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോഴേക്കും അതാ നുസീബയുടെ ഉമ്മ. എപ്പോഴാണ് തുടങ്ങിയത്? ഇന്നലെ രാത്രി 12 മണിക്ക്. എന്നിട്ട് എങ്ങനെ വന്നത്? ഞാൻ ഷാമോൻ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഷാമോൻ തന്നെയല്ല എന്നെ താങ്ങി പിടിച്ച് കൊടുന്നതും ഒക്കെ. പഠിച്ചോനെ, ഷാമോനുള്ളത് വല്ലാത്തൊരു ഉപകാരമായിട്ടോ. ആ അത് ശരിയാണ്. എന്നാലും അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ഉപ്പാനെയും ഉമ്മാനെയൊക്കെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? എന്തിന്? സുഖമില്ലാത്ത ഉപ്പ, പിന്നെ ഉമ്മ എന്നെ തിരിഞ്ഞു നോക്കൂല. ഉമ്മാക്ക് എന്നെ പണ്ടേ ഇഷ്ടമല്ല. പിന്നെ എളാമാക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ പരിചയം ഉണ്ടാവുമോ? ഏറ്റവും നല്ല ഷാമോൻ തന്നെ എന്ന് കരുതിയിട്ട് ഞാൻ ആരെയും വിളിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഓ അങ്ങനല്ലേ. എന്നാ കുറച്ച് കഞ്ഞി. വേണ്ടടി, വേണ്ട. ഓഹ് എൻ്റെ ഉമ്മ, എൻ്റെ കുട്ടീൻ്റെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ അതിലേറെ എനിക്ക് എടുങ്ങാറ്. കുട്ടീനെയൊക്കെ ഉമ്മ നോക്കുന്നുണ്ട്. ഉമ്മാക്ക് വരണമെന്നൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എന്തിനാ? ഇവിടെ ആരും വേണ്ട, എല്ലാവരും പോയിക്കോളി. ഇവിടെ ഷാമോ മാത്രം മതി. ഷാമോൻ എല്ലാത്തിനും ഉണ്ടല്ലോ ഇവിടെ. പിന്നെ നിങ്ങളൊന്നും മെനക്കെട്ട് നിൽക്കൊന്നും വേണ്ട. എന്നാൽ അത് കേട്ടപ്പോൾ നുസൈബ് ഞെട്ടി. അല്ലിത്ത, ഞാനിവിടെ നിന്നോളാം, കുഴപ്പമില്ല. വേണ്ട മോളെ, ആ കുട്ടിയായിട്ട് കണ്ടെങ്കിൽ നിൽക്കണ്ട. ഈ വേണമെങ്കിൽ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോയിക്കോ. അവിടെ ഉമ്മ എടുങ്ങാറായിരിക്കും ആ കുട്ടിനെയും കൊണ്ട്. കുട്ടിയാണെങ്കിൽ കരച്ചിലും ആയിരിക്കും. നുസിയെ, ഈ വീട്ടിലേക്ക് പോയിക്കടി. എൻ്റെ കാര്യമൊന്നും ഉറപ്പിക്കണ്ട. അങ്ങനൊന്നും പറയില്ല നിങ്ങൾ. വരി, ഞാൻ കുറച്ച് ചോറ് വാരി തരുന്ന നിങ്ങൾക്ക് നല്ല ചൂടുള്ളതാണ് കേട്ടോ. ആ എന്നാൽ കുറച്ച് ഇങ്ങോട്ട് എടുത്തോ.
അങ്ങനെ അത് നുസൈബ തന്നെ അതാ അവൾക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നു. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എനിക്ക് കഴിയൂലട്ടോ, എൻ്റെ കൈയൊക്കെ തളർന്നു പോയിക്കാണ്. അവളുടെ വായിലേക്ക് അതാ നുസൈബ വെച്ച് കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഓ നല്ല രസമുണ്ട് കേട്ടോ, ചോറും കൂട്ടാനൊക്കെ. ഓ നല്ല മീൻ പൊരിച്ചതും ഉണ്ടോ? ഔ എന്താ രസം. ഇതെന്ത് കറിയടി, നല്ല രസമുണ്ടല്ലോ. നല്ല തേങ്ങയും മാങ്ങയും ചമ്മന്തി അരച്ചതുണ്ട്. ഓ നല്ല ഉപ്പേരി, എന്താടി ടേസ്റ്റ് ഇതിൻ്റെ. ഓ ഓ ഓ ഇതാ ഭക്ഷണം കഴിക്കാനൊന്നും കുഴപ്പമില്ലല്ലോ, അതന്നെ വലിയ ഭാഗ്യം. ഇതാ കുറച്ചുകൂടി ചോറ് ഇട്ടിട്ട് ആ അടി തുള്ളിയും കൂടി ഇട്ടെന്നാലും മതി. ഓ എൻ്റെ അമ്മ വയറ് നിറഞ്ഞിട്ടോ, നല്ല രസമുണ്ട്. ഓ എന്താ രസം നുസിയേ. ആ എന്താ ഇത് ഇത്താ ചുടുവെള്ളം കൊണ്ടെത്തുന്നത്, കുടിച്ചോളെ. ആ ബിസ്മില്ലാഹിർ. ഔ എന്താ സുഖം നുസിയെ, ഈ തലയണം നിങ്ങോട്ട് വെച്ചിട്ട് താങ്ങിക്ക. ആ നുസൈബ അതാ അവളെ താങ്ങി കിടത്തുന്നു. ഇത്ത നിങ്ങൾ കിടന്നോളി. പുതപ്പ് അവളുടെ കാലിലൂടെ ഇട്ടുകൊടുത്തു. ആ പിന്നെ റെസ്റ്റ് എടുത്തോളി കേട്ടോ. നുസിയെ എടി ഷാമോനൊന്ന് വിളിക്കോ? എന്തിനാ? അല്ല ഒന്ന് വിളിക്കടി. അവളതാ പെട്ടെന്ന് റൂമിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. ഇക്ക അത് ഇത്ത് വിളിക്കുന്നുണ്ട്, സൗദത്ത് വിളിക്കുന്നുണ്ട്. എന്നെയോ? ആ ഒന്ന് ചെന്ന് നോക്കിക്കാ. ചെല്ലി ഒന്ന് ചെന്ന് നോക്കി. നീ പോയാൽ മതി, നീ ചോദിച്ചു നോക്കി എന്താന്നുള്ളത്. അല്ല നിങ്ങളാണ് വിളിക്കുന്നത്. എന്നാലതാ ഷമ്മാസിനെ അവൾ നിർബന്ധിക്കുന്നു. ഷമ്മാസ് നേരെ സൗദയുടെ അടുത്തേക്ക്. എന്നാൽ ആ നിമിഷം നുസൈബ ആ റൂമിൽ നിന്ന് ഒന്ന് മാറി നിന്നു. അതെ, കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ. ഇക്ക ആ വാതിലൊന്ന് ചാരിക്കേ. എന്തിനാ? ഒന്ന് ചാര്. അവരവിടേക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ആ വാതിൽ ചാരുവാണ്, നിനക്ക് എന്തിൻ്റെ കേടാ? ഒന്ന് ചാരിക്കേ, എന്നെ ഒന്ന് തിരിച്ച് ഒന്ന് ഇങ്ങോട്ട് കിടത്തണം. അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് മലർന്ന് കിടന്ന് കഴിയണില്ല, എങ്ങനെയൊക്കെയോ നുസി കിടത്തിയതാണ്, എന്നെ ഒന്ന് തിരിച്ച് കിടത്തണം. എന്താ സൗദ നിനക്ക്? എന്താ നീ തീരെ കഴിയണില്ലേ? അതോ ഇനി വലിയ MRI സ്കാനിങ്ങും ഒക്കെ എടുത്ത് അഡ്മിറ്റ് ആക്കേണ്ടി വരുമോ ഇനിയും? എന്താ പ്രശ്നം പറ. ഒന്നുമില്ല, എന്നെ ഒന്ന് താങ്ങിക്കെടുത്ത്. എന്നാൽ അതാ നുസൈബ വാതിലിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. വാതിൽ ചാരിയിട്ടുമില്ല. ഷമ്മാസ് ഒരു നിമിഷം ഞാൻ നുസിയോടൊന്ന്. വേണ്ട, എന്നെപ്പോൾ പിടിക്കാൻ മാത്രം ഷാമോന് ആരോഗ്യമുണ്ടല്ലോ, എന്നെ ഒന്ന് തിരിച്ചു കിടത്തിയാൽ മതി, എനിക്ക് കഴിയായിട്ടാണ്. എന്നാൽ നുസൈബ ഒരു നിമിഷം ആ കാഴ്ച കണ്ട് ഞെട്ടി. അതാ ഷമ്മാസ് അതാ സൗദിയെ പതുക്കെ പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പിടിച്ച് മറുഭാഗത്തേക്ക് ചെരിച്ച് കിടത്തുന്ന ആ ഒരു കാഴ്ച അവളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അവൾ അനുനിമിഷം കൊണ്ട് മുഖം പൊത്തിപ്പോയി. അവൾ അറിയാത്ത രീതിയിൽ തിരിഞ്ഞു നിന്നു. പോരെ, ഓക്കെ അല്ലേ? ആ പോവല്ലേ. ഇനി ഫുഡ് അവരെനിക്ക് വാരി തന്നിട്ടുണ്ട്, ഇനി ഷാമോനും കഴിച്ചോളെ കേട്ടോ. ആ ആ അതെ, ഞാൻ കഴിച്ചോളാം, ഞാൻ പുറത്തുണ്ട്. നേരേതാ അവൻ പുറത്തേക്ക് പോയി. നുസൈബ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയില്ല. അവൾക്കതിന് കഴിഞ്ഞില്ല. കാരണം അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ അവൾക്ക് കഴിയില്ല. കാരണം എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തോട്ടെ, പക്ഷേ തൊടലും പിടിക്കലും അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഇടങ്ങാറാണ്. പക്ഷേ സുഖമില്ലല്ലോ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ എനിക്കുള്ളൂ. സുഖമില്ലാത്തത് കൊണ്ടല്ലേ സൗദത്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. സാരല്ല റബ്ബേ, തവക്കൽത്തു അലല്ലാ. അവളെല്ലാം ക്ഷമിച്ചു, സഹിച്ചു. അത് ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഷാമോനെ എന്ത് പറഞ്ഞത് ഡോക്ടറിന്? നുസി, അത് അവർ സ്കാനിങ്ങിലൊന്നും കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ എന്ത് സംഭവം അറിയുന്നതിന് MRI സ്കാനിങ് ഒക്കെ എടുത്ത് ബോഡി ഫുള്ള് ആയിട്ടുള്ള അതൊക്കെ എടുത്ത് നോക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ എന്ത് ഇതാണ് എനിക്കറിയില്ല. അത് ഏത് സൂക്ഷ്മമായ ഞരമ്പുകളോ? ആ അതെ, അതെനിക്കറിയാം. ഏത് സൂക്ഷ്മമായ ഞരമ്പുകളും പരിശോധിക്കുന്ന സ്കാനിങ് അല്ലേ? ആ അസുഖം കാണുന്നില്ലെങ്കിൽ അത് എടുക്കേണ്ടി വരും. അല്ല നുസി, മാനസികമായിട്ടുള്ള അസുഖങ്ങൾ വല്ലതും പറ്റുമോ? അതിൽ കാണുമോ? അത് ഞരമ്പിന് പ്രോബ്ലംസ് ഉള്ളതൊക്കെ കാണുന്നതാണ്. ആ ഓക്കെ. അല്ലേ പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ബോഡിയിലൊന്നും കാണുന്നില്ലെങ്കിൽ മനസ്സിൻ്റെ അതൊന്ന് ചെക്ക് ചെയ്താൽ ആ അത് ചിലപ്പം ന്യൂറോളജിസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. നോക്കാം. എന്തെങ്കിലും? അല്ല നുസി, അവൾക്ക് ഷമ്മാസ് അവളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. മാനസികപരമായിട്ട് എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്.
എൻ്റെ റബ്ബേ, പഠിച്ചോൻ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? ആ അതെ, മാനസികപരമായിട്ട് ഓൾക്ക് കാരണം ഓള് എന്നെ മറ്റാരെയൊക്കെ രീതിയിലാണ് കാണുന്നത്, നവാസ്കയുടെ സ്ഥാനത്തൊക്കെ എന്നെ കാണുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല എനിക്ക്. ഇക്ക, അത് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ സാരല്ല. നുസൈബ് അവിടെയും ക്ഷമിച്ചു. അതെ, അവൾക്ക് തോന്നി അതെ അതായിരിക്കും, അല്ലാതെ ഇപ്പം എങ്ങനെ നവാസ്ക്. എന്നാൽ ഈ സമയം ഷമ്മാസ് അവളോട് പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, കാരണം ഉമ്മ അവിടെ ഒറ്റക്കുമല്ലേ. പിന്നെ ഇക്ക, നിങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ല കുഴപ്പമില്ല, അവളുടെ പിതാവിനോടും ഒക്കെ ഒന്ന് പറയുക, കാരണം ആ പിതാവിന് ഇങ്ങോട്ട് വരുത്തേണ്ട വിചാരിച്ചിട്ടാണ്. അദ്ദേഹം സുഖമില്ലാത്ത മനുഷ്യനല്ലേ, അതുകൊണ്ട് അവിടെ നിന്നോട്ടെ, അവർക്കുള്ള ചിലവിനുള്ളതൊക്കെ നമ്മൾ കൊടുക്കല്ലേ, ഒന്നും കഴിയാത്തതല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നത്, അല്ലാതെ ഇപ്പോൾ നവാസ്ക കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്താ ഇപ്പോൾ അറിയുന്നില്ല. ഇക്ക സാരമില്ല, വയ്യാത്തോണ്ടല്ലേ, ഇക്ക നോക്കിക്കോളി, പഠിച്ചോനെ മെൻ്റലി പ്രോബ്ലം ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു, അത് തന്നെയാണ് വലിയ പ്രശ്നം. പഠിച്ചോൻ കാക്ക, കാരണം സൗദത്ത കുറേ വിഷമിച്ചതല്ലേ. പിന്നീട് ഈ ഒരു അവസ്ഥ നവാസ്കയാണെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് കെയറിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ, കാരണം അവർ ചെയ്ത് കാട്ടിക്കൂട്ടിയതൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ സാരല്ല. എന്നാലും ഐഷുമ്മ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാം. നുസി, എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അപ്പോഴേക്കും അതാ വിളിക്കുന്നു, ഷാമോനെ ഷാമോനെ ഷാമോനെ. എല്ലാവരും ഓടി വന്നു. ഷാമോനെ, എന്നെ വിട്ട് പോവരുത് കേട്ടോ, എന്നെ വിട്ട് പോവരുത്. നുസൈബയുടെ മുമ്പിൽ നിന്നാണ് അത് പറഞ്ഞത്. എന്നാൽ ഷമ്മാസ് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ഇത് മറ്റു തന്നെയാണ്, അതെ മെൻ്റലി പ്രോബ്ലം ഉണ്ട് നന്നായിട്ട്. ഇക്ക സാരില്ല. എന്നാൽ അതാ നുസൈബ പറഞ്ഞു, ഇത്ത ഇവിടെ ഉണ്ട് കേട്ടോ, ഷാമോൻ എത്തിയ വിട്ട് എവിടേക്കും പോകണില്ല കേട്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ. നുസി മോള് പോയിക്കോ, എൻ്റെ കുട്ടീനെ എനിക്ക് നോക്കാൻ പോയിക്കോ, ഷാമോ മാത്രം മതി ഇവിടെ കേട്ടോ. ഇവിടെ വേറെ ആരും വേണ്ട, 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അസുഖമൊക്കെ മാറിക്കോളും കേട്ടോ. ശരീരം ആകെ വേദനയാണ് മോളെ, എന്നെക്കൊണ്ട് കഴിയണില്ല മോളെ, ഇങ്ങൾക്ക് ആർക്കും എന്നെ താങ്ങാനും എടുക്കാനും കഴിയൂല, ഇങ്ങൾക്ക് ആർക്കും കഴിയൂല, കാരണം ഞങ്ങൾക്ക് ഷാമോനെ കൈയുള്ളൂ എന്നെ മാനേജ് ചെയ്യാൻ, ഷാമോന് മാത്രം മതി എനിക്ക്. ശരിക്കും അവളുടെ വാക്കുകൾ കേട്ട് അവളുടെ ഉമ്മയും ഉപ്പയും വരെ ഞെട്ടി. റബ്ബേ. എന്നാൽ നുസൈബ പറഞ്ഞു, ഉമ്മ അത് ചെറിയൊരു മെൻ്റലി പ്രോബ്ലം എന്നാണ് പറഞ്ഞത്, അത് എന്തോ ഒരു ബുദ്ധിക്ക് നവാസ് അങ്ങനെയൊക്കെ ആയി തീർന്നില്ല അവൾ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ സൗദിയുടെ ഉപ്പയും എളാമയും മക്കളൊക്കെ വരുന്നു. ഉപ്പ കരഞ്ഞുകൊണ്ട്, മോളെ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഏയ് കാര്യമായിട്ടൊന്നുമില്ലപ്പാ, ഷമ്മാസ് തന്നെ മറുപടി പറഞ്ഞു, അത് ചെറിയൊരു വയറുവേദന വന്നതാണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടി ഇവിടെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതായാലും എന്താ പറ്റിയത്, എൻ്റെ കുട്ടിക്ക് എന്താ? ബാപ്പാ ഒന്നുമില്ല, നിങ്ങൾ പോയിക്കോളി, നിങ്ങളൊക്കെ എന്തിനാ അങ്ങോട്ട് ചുറ്റുകെട്ടി വന്നത് ബാപ്പാ? മോളെ ഓരെടങ്ങാറാക്കല്ലോ ഇയ്യ്. മോനെ ഷാമോനെ, ഇന്നലെ വന്നതാണല്ലേ, മോൻ പോയിക്കോ, വീട്ടിൽ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം ഓളെ കാര്യം കേട്ടോ. ഉപ്പ അത് ഉപ്പ എന്താ നിങ്ങളീ പറയുന്നത്? ഉപ്പാനെ കൊണ്ട് കഴിയോ എന്നെ താങ്ങാനും പിടിക്കാനൊക്കെ? ഉപ്പ കുറച്ചു നേരം നിന്ന് എല്ലാവരും പോയിക്കോളൂ, ഇവിടെ ക്ഷാമോ മതി. അപ്പോഴും അവൾ അതാണ് പറഞ്ഞത്. എന്നാൽ ഉപ്പ പറഞ്ഞു, എന്താ മോളെ നീ പറയുന്നത്, വിവരക്കേട് പറയല്ലേ, അവനങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അവൻ നിൻ്റെ ഭർത്താവൊന്നുമല്ലല്ലോ. ഉപ്പ അങ്ങനെ പറയല്ലേ, നിങ്ങളെൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് തന്നെയുണ്ട് ഷാമോൻ എനിക്ക്. ശരിക്കും ആ ഉപ്പയും എളാമയും ഞെട്ടിപ്പോയി. എളാമ പറഞ്ഞു, എന്താ മോളെ സൗദ നീ പറയണത്? അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ആ പെണ്ണ് കേൾക്കണില്ല അത്. ഓൻ്റെ പെണ്ണുങ്ങളില്ലേ അവിടെ, ഓൾക്ക് എത്ര വേദന ഉണ്ടാവും, അങ്ങനെ പറയാൻ പാടില്ല. നീ ജ്യേഷ്ഠത്തിൻ്റെ സ്ഥാനത്തല്ലേ, ഏട്ടത്തി ഉമ്മ എന്നൊക്കെ പറഞ്ഞൊരു ബഹുമാനം ഉമ്മാരുടെ സ്ഥാനം തന്നെയാണ് നിനക്കുള്ളത് ഷാമോൻ്റെ, അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. എളാമ്മ നിങ്ങൾ വല്ലാതെ എന്നോട് പറയണ്ട കേട്ടോ, നിങ്ങൾ എൻ്റെ ഉപ്പാനെ ചതിച്ചതല്ലേ. ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് എളാമ്മ ഞെട്ടിപ്പോയി. റബ്ബേ, സൗദി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഓൾ എൻ്റെ അടുത്ത് നല്ല സ്വഭാവമായിരുന്നല്ലോ. എന്നാൽ അവർക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. എന്താ മോളെ നീ എളാമ്മാനോട് പറയുന്നത്? നിങ്ങളൊക്കെ എത്ര സ്നേഹമാണ് ഓൾക്ക്. ബാപ്പാ നിങ്ങളെന്താ പറയുന്നത്? എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണില്ല.
എന്താ എന്നോട് അങ്ങനെയൊക്കെ പറയുന്നത്? എന്നാൽ ഷമ്മാസ് പറഞ്ഞു, അത് എന്തൊരു പ്രോബ്ലം ഉണ്ട്, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളും. എന്നാൽ നുസൈബയും പറഞ്ഞു, സാരമില്ല, അത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഇൻഷാ അല്ലാ എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. മോനെ ഷാമോനെന്ന് വീട്ടിലേക്ക് പോയി പോര്, കാരണം ഇതിപ്പോൾ ഞാൻ നിന്നോളാം, എന്താണെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഉപ്പ പോയിക്കോളി, പോയി പോരി, ഇനിയിപ്പോൾ ഇനി ഞാനും വിളക്കണ്ടല്ലോ. അതെ മോനെ ഷാമോനെ, ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഞങ്ങൾ നോക്കിക്കോളാം ഓളെ കേട്ടോ, നിങ്ങൾ പോയിക്കോളി. അങ്ങനെ അത് സൗദിയുടെ എളാമയാണ് അവിടെ നിൽക്കുവാൻ വേണ്ടി നിൽക്കുന്നത്. ഉമ്മയും സൗദിയുടെ എളാമയും സൗദിയുടെ ഉപ്പയും. എന്നാൽ സൗദ ഷാമോൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കരയുകയാണ്. ഷാമോനെ പോവല്ലേ, ഷാമോൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാ ഉണ്ടാവുക? ഷാമോനെ പോവല്ലേ, ഷാമോനെ ഇവർക്ക് ആർക്കും എന്നെ പിടിക്കാനും എടുക്കാനും കഴിയൂലട്ടോ. എന്നാൽ അത് കേട്ട് അവരെല്ലാവരും ഞെട്ടി. എന്നാൽ ഷാമോൻ അവരോടായിട്ട് പറഞ്ഞു, പഠിച്ചോനെ അതെന്തോ മെൻ്റലി പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, നിങ്ങളൊന്നും വിഷമിക്കണ്ട, അതൊക്കെ റെഡി ആയിക്കോളും. അങ്ങനെ അവർ സമാധാനിച്ചു. ഷാമോനെ എന്നാ മോന് പോകണ്ട, മോന് ഇവിടെ നിന്നോളി. എല്ലാവരും അതുതന്നെ പറഞ്ഞു. കാരണം ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. എന്നാൽ ഐഷുമ്മക്ക് സമാധാനമുണ്ടായിരുന്നില്ല. ഐഷുമ്മ നേരെ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, അല്ലടാ എന്താ വർത്താനം, പോരാനായോ? ഉമ്മ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ വിളിച്ചിരുന്നോ ഇങ്ങോട്ട്? അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങോട്ട് എത്തിയോ? അവരൊക്കെ ഇവിടെ ഉണ്ട് ഉമ്മ. പിന്നെ നുസിയും അവരൊക്കെ വന്നിട്ടുണ്ട്. പൊന്നു മോനെ എന്നാൽ അമ്മൻ്റെ കുട്ടി കൊണ്ട് പോന്നാളി. പാവ നുസിനെ കണ്ട് കൂട്ടിക്കൊടുത്ത ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിർത്തണ്ട, എല്ലാവരോടും പോകാൻ പറയും. ഇനിയിപ്പോൾ ഓലിപ്പോൾ അവിടെ നിന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല പിന്നെ മോനെ ഫുഡൊക്കെ ഉമ്മ അവർ വന്നപ്പോൾ ഫുഡൊക്കെ ആയിട്ട് എന്താ മോനെ അവരൊക്കെ ബുദ്ധിമുട്ട് ആക്കിച്ചോ അവർ? ഏതായാലും ഉമ്മ അല്ല മോനെ അവിടെ ഫുഡ് കഴിച്ചോ? നുസി വാരി കൊടുത്തിരുന്നു. അത് ശരി. അല്ല ഇനിയിപ്പോൾ എന്തപ്പോൾ വാണ്ടി? ഇനിയിപ്പോൾ ഇവിടെ റുക്കിയാത്താനോട് വരണ്ടെന്ന് പറയാം, കുറച്ച് ദിവസമല്ലേ. ഏതായാലും ഉമ്മ എന്താ എനിക്കറിയില്ല, എന്താ ശരിക്കുള്ള പ്രോബ്ലം എനിക്കറിയില്ല. വയറുവേദന എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വന്നു, പിന്നെ സ്കാൻ ചെയ്തപ്പോൾ അതിൽ പ്രോബ്ലം ഇല്ല, ഇനി ഉണ്ടെങ്കിൽ MRI എടുക്കാമെന്ന് അവരും പറഞ്ഞു. പക്ഷെ ചില വാക്കുകളൊക്കെ വിളിച്ച് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് എന്നെ പേടിയാണ്. എന്താടാ? എന്നെ നുസിയെ പോലെ കാണണം, നുസീബിയെ പോലെ കാണണം, എന്നെ കൈവിടരുത്, ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാവും ജീവിതത്തിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ ഇപ്പോൾ എന്താ പേടിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ തന്നെയായാലും പടച്ചെറുപ്പ് കാക്കട്ടെ. പൊന്നു മോനെ എന്തെങ്കിലും കണ്ട് പേടിച്ചായി ഇപ്പം പറഞ്ഞോള്. എന്നാലിപ്പോൾ എങ്ങനെ വയറുവേദന വരുമോ? എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് ചെയ്തോ? എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ കാട്ട് എനിക്ക് ഇനിയിപ്പോൾ ആത്മീയ ചികിത്സ വല്ലതും നോക്കേണ്ടി വരുമോ? ഉമ്മ അത് ചിലപ്പോൾ അത് ഈ എന്തെങ്കിലും അസുഖം വന്ന് നമുക്കൊരു പിച്ചും ഭയം പറിച്ചിട്ടുണ്ടാവില്ലേ, അതുപോലെ പറയായിരിക്കും. അല്ല മോനെ പറയാൻ പറ്റൂലേ, ഏതായാലും ഞങ്ങളും കണ്ട് വരാം. ഉമ്മ ഇനിയിപ്പോൾ മോന ഇനിയിപ്പോൾ എന്താ ഞാനേ അങ്ങോട്ട് വരാം, അല്ല അപ്പോൾ എനിക്കൊരു സമാധാനമില്ല ഇവിടെ നിന്നിട്ട്. ഈ കുട്ടീനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പിഞ്ച് പൈതലിനായിട്ടാണ്ട് ആശുപത്രിക്ക് വരണ്ടല്ലോ വിചാരിച്ച് കാണും ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അതാ നേരെ ജമീല താത്താക്ക് വിളിക്കുന്നു. എടി ജമീല. താത്ത ഐഷുമ്മ. പിന്നെ അവിടെ മോനുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പറഞ്ഞയച്ചാച്ച്, റഷീദ് ഉണ്ടെങ്കിൽ ഓനോണ്ട് പറഞ്ഞയച്ചൂടെ? എന്തിയേ? അല്ല ഒന്നുമില്ല, എൻ്റെ സൗദ ആശുപത്രിയിലാണ്, ഏതൊക്കെ പഠിച്ചോന്നറിയാം. തന്നെ എപ്പോഴേ ഇന്നലെ രാത്രി കൊണ്ടുപോയതാണേ ആശുപത്രി, വയറുവേദന എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാണാവും. അപ്പോൾ ഒന്നിമ്മ കൂടെ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ആശുപത്രിയിൽ നിങ്ങൾ വേറിട്ട് പോരാൻ വയ്യ, അസുഖം ഡോക്ടർമാർ കാണുന്നില്ല, ഇഞ്ചക്ഷന് ഒക്കെ വെച്ചു, അതുകൊണ്ടൊന്നും ഒരു വലിയൊരു സുഖമൊന്നുമില്ല. ഇനിയിപ്പോൾ MRI എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാവും പഠിച്ചോനെ. ഏതായാലും ഒന്നിങ്ങനെ ഒരു സമാധാനപ്പെട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഇതൊക്കെ. ഏതായാലും എൻ്റെ നുസിയൊക്കെ അവിടെ ഉണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ. എന്നാൽ ജോനൊന്നുണ്ട് വീടിട്ട്. ആയിക്കോട്ടെ ഞാൻ വരണോ? അതിൻ്റെ ആവശ്യമില്ലടി. അപ്പോൾ തന്നെ അതാ ഓട്ടോറിക്ഷ വന്നു. താത്ത കയറിക്കോളി എന്നാൽ. മോനെ നടക്കാം അങ്ങോട്ട് ആശുപത്രിക്ക്. പഠിച്ചോനെ എന്താ ഐഷുമ്മ എന്താ പറ്റിയത്? ഒന്നുമില്ല എൻ്റെ പൊന്നാര മോനെ, എൻ്റെ മരോൾക്ക് സുഖമില്ല, ചെറിയ പൈതലിനായിട്ടാണ്, എൻ്റെ കയ്യിലാണ് ഈ പൈതൽ. അതിൻ്റെ റബ്ബെ പഠിച്ചോനെ, പറ്റ് തള്ളാറില്ലെങ്കിൽ കുട്ടികളുടെ അവസ്ഥ. എൻ്റെ കുട്ടിക്ക് ജനിച്ചപ്പോഴേ ഭാഗ്യമില്ല, എപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്.
ഏയ് ആവശ്യം നിങ്ങൾ കരുതൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് അവിടെ എത്തിക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ലെന്നേ. അതോ മനുഷ്യന്മാരല്ലേ, അസുഖമൊക്കെ ഇല്ലാതിരിക്കുമോ? അവർ ആശ്വസിപ്പിച്ചു. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും വാങ്ങണം. എന്താ അവിടെ ഉണ്ടാകുന്ന മോനെ, ഇജ്ജ് കുറച്ചേ ആപ്പിളും കുറച്ച് മുന്തിരിയും കുറച്ച് ഉറുമാമ്പഴവും ഒക്കെ ഒന്ന് ഓരോ കിലോ ഇങ്ങോട്ട് വാങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരിക്കാം. ആയിക്കോട്ടെ അമ്മ. അപ്പോഴേക്കും ഫ്രൂട്ട്സും അധികം അതാ ഐഷുമ്മ വാങ്ങി നേരെ അതാ ഹോസ്പിറ്റലിലേക്ക്. മോനെ, ഓ 3-ാം നിലൻ്റെ മുകളിലാണല്ലോ, എനിക്കാണെങ്കിൽ കഴിയൂല, ലിഫ്റ്റ് ഉണ്ടാവും, നോക്കാം ചെന്ന്. ആ ആയിക്കോട്ടെ. അപ്പോഴേക്കും അതാ ഷമ്മാസ് എന്തോ ആവശ്യത്തിന് വേണ്ടി ഉമ്മയുടെ ഫോണിലേക്ക്. ഹലോ ഉമ്മ, നിങ്ങൾ പോന്നോ? ആ മോനെ, ഞാൻ ഇവിടെ എത്തിക്കണേ, നമ്മൾ ജമീലാൻ്റെ മോനേറ്റ വന്നിക്കണതേ. ആ ഉമ്മ, എന്നാൽ അവരെന്നാ പറഞ്ഞയച്ചേക്ക്, ഞാനോട് വരാം. അപ്പോഴേക്കും ഷമ്മാസ് താഴെ എത്തി. ഉമ്മ എന്നതാ. ആ മോനെ, പഠിച്ചോനെ, എൻ്റെ കുട്ടി ഇന്നലെ പതിരാക്ക് വന്നാണ്, കണ്ണും മോറും പറ്റയക്കണല്ലോ എൻ്റെ കുട്ടിൻ്റെ, ഒന്നും കഴിച്ചിട്ടുമില്ല എൻ്റെ കുട്ടി. ആ ഉമ്മ, ചായ കഴിച്ചിരുന്നു. ആ എന്നാൽ ലിഫ്റ്റ് മോനെ, എന്നാൽ ഈ പൈക്കട്ടോ, അവനുള്ള കൂലിയും കൊടുത്ത് അത് ആയുഷമ്മ പറഞ്ഞു വിട്ടു. പഠിച്ചോനെ, ഷമ്മാസ് കുഞ്ഞിനെ വാരിയെടുത്തു. അല്ല ഉമ്മ, ഹോസ്പിറ്റലിലാണ് ഞാൻ. അത് സാരല്ല മോനല്ല, അപ്പം എന്താ കാട്ട്, നമ്മളെ കുട്ടി തന്നെയല്ലേ. ആ കുഞ്ഞിനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശരിക്കും ഷമ്മാസിന് വല്ലാത്ത സങ്കടം തോന്നി. അതെ ഉമ്മ. അങ്ങനെ അതാ അവർ ലിഫ്റ്റിൽ കയറി. ഉമ്മ എന്തിനതൊക്കെ വാങ്ങിയത്, ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങി വെച്ചിരിക്കണം, അവരൊക്കെ വന്നപ്പോൾ എന്തൊക്കെയാണ് കൊടുന്നിക്കണേ. അല്ല മോനെ, ക്ഷീണത്തിനൊക്കെ നല്ലതാണ്, എന്താ ഏതാണെന്നറിയാതെ റബ്ബേ. ഏതായാലും അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി. ഐഷമ്മയും അതെ അവൾ അവിടെ കിടക്കുകയാണ്. സൗദ ക്ഷീണിച്ച് കിടക്കുന്ന പോലെ. എടി സൗദ, സൗദ. ആ ഉമ്മേ, ഉമ്മ നിങ്ങൾ വന്നോ? ഉമ്മ, എനിക്ക് കഴിയണില്ലമ്മ. എന്താ മോളെ എനിക്ക് പറ്റിയത്? ഉമ്മ, എനിക്ക് ഭയങ്കര വേദന എന്ന ശരീരമൊക്കെ. മോളെ, എന്താ അങ്ങനെ ആയ കാട്ട, മരുന്ന് ഒക്കെ കൊടുത്തോ? അങ്ങനെ ഡോക്ടർ എന്തേ മോനെ പറഞ്ഞത്? ഉമ്മ, അവർ അസുഖമൊന്നും കാണുന്നില്ല. മോളൊന്ന് എണീറ്റിരിക്കാൻ നോക്കുക, നീച്ച് ഇങ്ങനെ ഈ കിടന്നപ്പോൾ എങ്ങനെ എൻ്റെ കുട്ടീനെ നോക്കേണ്ടിയില്ല, എനിക്ക് കുട്ടീനെ കണ്ടെങ്കിൽ ഷാമോനെ എങ്ങോട്ട് കൊടുന്ന. അപ്പോഴേക്കും നുസീബ കുഞ്ഞിനെ വാങ്ങിയിരുന്നു. പഠിച്ചോനെ, പാവം എൻ്റെ കുട്ടി. ഓ സൗദ അതാ ബെഡിൽ എഴുന്നേറ്റിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു, കഴിയുന്നില്ല. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, ആ പൊന്തട്ടം കെട്ട്. ആ ഉമ്മ, എനിക്ക് കഴിയണില്ല, എനിക്ക് കഴിയണില്ല ഉമ്മ. ഷാമോനെ, എന്നെ പിടിക്ക്. അനക്ക് കഴിയും, ഇജ്ജ് നീച്ചൂട്ടാ, നീച്ച്. ആ അല്ലല്ല, അങ്ങോട്ട് പൊന്തട്ടെ. ആ ഓ ഉമ്മ, എനിക്ക് കഴിയണില്ല, എൻ്റെ ശരീരമൊക്കെ വേദനയാണ്. അതിന് കുട്ടി, എനിക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, നീച്ച് ഇരിക്കാൻ മാത്രം ഇങ്ങനെ കിടന്നുരുളാനെ. നീച്ചൂല അങ്ങോട്ട്. ഐഷുമ്മ അല്പം സ്ട്രോങ്ങോട് കൂടി പറഞ്ഞു. നീച്ച് സൗദ, അനക്കത് നീച്ചാൻ വയ്യേ? പിന്നെ എങ്ങനെ കുട്ടീനെ നോക്കുക? വല്ലാത്തൊരു പുതുമ. ഒരു പള്ളവേദന വന്നപ്പോത്തിന് ഉമ്മട്ട മാന്തായ, പറഞ്ഞിട്ട് കാര്യമില്ല. ഷാമോനെ, എന്നെ പിടിക്കാൻ വാ. ഷാമോനല്ല, ജന നീച്ചൂട്. ഷാമോന് പറഞ്ഞ എപ്പോഴും പിടിക്കാൻ വരാൻ പറ്റുമോ? അപ്പോൾ പറ്റ അമാന്തായി നിൽക്കുന്ന സമയത്ത് തന്നെ താങ്ങി അരച്ച് കണ്ട് എപ്പോഴും പോകാനെ വിളിച്ചാൻ പറ്റുമോ? ഇത് നീച്ചൂട്ടാ, കൊണ്ട നിന്നെ കൈ പിടിച്ചു കൊണ്ട. ആയുഷുമ്മ തന്നെ അത് അവളെ താങ്ങി കൊടുത്തു. ഉമ്മ, അങ്ങക്ക് കഴിയൂലമ്മ, എന്നെ താങ്ങ. എനിക്ക് ആരോഗ്യമില്ലായൊന്നുമില്ല, ഇതുകൊണ്ട് നീച്ചാ. നീച്ചട്ടെ. അപ്പോഴേക്കും അതാ എളാമയും ഒക്കെ ഓടിയെത്തി. ഉമ്മ, ഞങ്ങളും പിടിക്കുക. വേണ്ട, ഓളനെ ഒറ്റക്ക് നീച്ചട്ടെ. ഓളനെ നീച്ചട്ടെ. ഇപ്പം എങ്ങനെയുണ്ട്? നീച്ചിരുന്നില്ലപ്പച്ച് ഇപ്പം എന്ത് ക്ഷാമം വന്നാ? എൻ്റെ ഒരു കയ്യും എല്ലാം ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഉമ്മ എനിക്ക് വെള്ളം, എനിക്ക് എന്തൊക്കെയാണ് ഉമ്മ. എന്താ എൻ്റെ പൊന്നാരൻ നുസൈബ, എനിക്ക് എന്തിൻ്റെ കിട ചെയ്ത്താണ്ട് എൻ്റെ മേത്ത്, ചെയ്ത്താണ്ട് എൻ്റെ മേത്തൊന്നും ഇറക്കണല്ലോ എനിക്ക്. അല്ല ഡോക്ടർമാരൊന്നും കാണാത്ത അസുഖം ഇല്ലല്ലോ. പെട്ടെന്ന് ഷമ്മാസ്, ഉമ്മ അങ്ങനൊന്നും പറയണ്ട, ഇത് ഹോസ്പിറ്റലാണ്. അല്ലേ, ചിലപ്പോൾ ചില ചെയ്ത്താനൽക്കത്തിന് നല്ല അടിൻ്റെ ഒരു കുറവുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ശരിക്കും ഐഷുമ്മ വന്നപ്പോൾ തന്നെ സൗദക്ക് പേടി. ഉമ്മ അങ്ങനെ പേടിപ്പിക്കല്ലേ ഉമ്മ, എനിക്ക് പേടിയാണതൊക്കെ. എൻ്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഡോക്ടർ വരുന്നു. ഡോക്ടർ റൗണ്ടിങ്ങിന് വരുന്നുണ്ട് ഉമ്മ. നുസൈബ അതാ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ, ഇതിപ്പോൾ എന്തുകൊണ്ടാണ്? നുസൈബയും ഡോക്ടറും എന്തൊക്കെയോ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്താ സൗദ, ഓക്കെ അല്ലേ? വയറുവേദനയൊക്കെ മാറിയില്ലേ? പോയാലോ? ഡിസ്ചാർജിന് എഴുതിയാലോ? ഡോക്ടറെ, എനിക്ക് വീട്ടിൽ പോകണ്ട. വീട്ടിൽ പോകണ്ടേ? ബെസ്റ്റ്. എല്ലാവരും വീട്ടിൽ പോകണം എന്നാണ് പറയാറുള്ളത്. എല്ലാ പേഷ്യൻസും അങ്ങനത്തെ വീട്ടിൽ പോകണ്ടായിരുന്നു. വീട്ടിൽ പോയി എൻ്റെ അസുഖം കൂടും, ഇവിടെ ആകുമ്പോൾ അസുഖം എനിക്ക് കുറവുണ്ട്. അങ്ങനെ അല്ലേ?
എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ അങ്ങോട്ട് ഒരു മാസം അഡ്മിറ്റ് ആക്കാം. എന്തേ? അല്ല, ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ലാതെ പിന്നെ എങ്ങനെ? ഇവിടെ സെർവൻറ്റുകൾക്ക് ഉണ്ടാവും. അത് വേണ്ട, ഷാമോന് നിൽക്കുകയാണെങ്കിൽ. ഓ അങ്ങനെ. അപ്പോൾ ഒരാൾ ഇല്ല വേണമല്ലേ? എന്തായാലും ഇതാ ഈ മെഡിസിൻസ് നമുക്ക് ചെറിയ ചെക്കപ്പും കാര്യങ്ങളും ഒന്നും കൂടി മെൻ്റലി പ്രോബ്ലം ചെയ്ത് നോക്കാം. അല്ല സൗദ, നിനക്ക് എന്തെങ്കിലും മാനസികപരമായിട്ട് എന്തെങ്കിലും മുൻപിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു നിമിഷം സൗദ ഞെട്ടി. മാനസികമോ? എനിക്കതൊന്നും ഇല്ലായിരുന്നോ? പെട്ടെന്ന് ഐശ്വര്യം പറഞ്ഞു. ഓളിപ്പോൾ ഇതിൻ്റെ അടി ഓളെ കുട്ടീനെ ഒന്ന് പ്രസവത്തിന് കുറച്ച് ബുദ്ധിമുട്ടിനു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ കുറച്ച് ദിവസം കാണാനില്ല, അതൊക്കെ അങ്ങനെ നിന്നിനു. അപ്പം അതിൻ്റേതായിട്ട് ഞാൻ ഒന്ന് പള്ള കാളിക്കണമെങ്കിലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ കുട്ടിക്ക് ഇത്ര ആയില്ലേ, അതൊന്നും ആവില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കാണുന്നതാണ്. അതൊന്നും നോ പ്രോബ്ലം, ഒന്നും പ്രശ്നമല്ല. എന്തൊക്കെ തന്നെയായാലും നമുക്ക് നോക്കാം കേട്ടോ. ഇന്നും കൂടെ ഇവിടെ നിന്നിട്ട് നാളെ പോകാൻ വേണ്ടി നോക്കാം. ഡോക്ടറെ, എനിക്ക് ഇതിൻ്റെ അസുഖം ശരിക്കും നീ പറയുന്നില്ലല്ലോ. ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ ഈ സമയം നുസൈബയോട് ഡോക്ടർ എന്തൊക്കെയോ പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പലതും. ഇത് സത്യത്തിൽ ഇവർ എന്തോ നമുക്ക് അസുഖമായിട്ടൊന്നും കാണുന്നില്ലേനും എങ്കിലും അവരുടെ എന്തൊക്കെയോ ഒരു അസുഖമാക്കി തീർക്കുന്ന രീതിയിലൊരു മെൻ്റലി പ്രോബ്ലമാണ് ഇവർക്കുള്ളത്. അങ്ങനെ ഒരു എന്താ പറയുക, ഇതിനിപ്പോൾ പ്രത്യേകിച്ചൊരു മെഡിസിൻ ഇതിന് കൊടുക്കാനില്ല. ഇത് കുറച്ചൊരു മറ്റൊരു പ്രോബ്ലം ആണ്. എന്നാൽ അതാ ഐഷുമ്മ പെട്ടെന്ന് പറഞ്ഞു, ഷാമോനെ, ഞാൻ പറഞ്ഞില്ലേ ഓൾക്ക് 2 ചുട്ടടിൻ്റെ കുറവെന്നാണ്. ചുട്ടടിൻ്റെ കുറവാണ്. 2 അടിയാണ്ട് കിട്ടുമ്പോഴേ ഓൾ തന്നെത്താലാണ് നീച്ച് മണ്ടിക്കോളൂ. എന്താ ഉമ്മ അങ്ങനൊന്നും പറയണ്ട. അത് അല്ലാതെ പിന്നെ എന്താ കാട്ടെ, ചെയ്ത്താൻ്റെ അസുഖം ഉണ്ടാവൂടാ. അത് എത്രയേ പെണ്ണുങ്ങൾക്ക്, ചില പെണ്ണുങ്ങൾക്ക് ഒരു ഇളക്കാണ്, അതാണ്. അല്ല അത് വേറൊന്നല്ല. ഇതിപ്പോൾ ആശുപത്രി ചികിത്സ കൊണ്ടൊന്നും മാറൂല. ഇത് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞ ഡോക്ടറോട്. ഐഷുമ്മയുടെ വാക്ക് കേട്ട് ശരിക്കും ഷമ്മാസും ഞെട്ടിപ്പോയി. എന്നാൽ ഈ സമയം നുസൈബയോട് ഡോക്ടർ പറഞ്ഞ കാര്യം അതാ ഷമ്മാസ് ചോദിക്കുന്നു. നുസി, എന്താ ഡോക്ടർ പറഞ്ഞത്? ഇക്ക, അത് അവർക്ക് തന്നെ എന്തോ ഒരു അസുഖമായിട്ടൊന്നും കാണുന്നില്ല തന്നെ അവർ പറയുന്നത്. അവരെന്തൊക്കെയോ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടത്രേ പലതും. അതൊക്കെ നേടിയെടുക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു. അതൊക്കെ എന്തൊക്കെയോ അവർക്ക് കിട്ടാത്ത പലതും വേറെ ആർക്കൊക്കെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് എന്തുകൊണ്ടത് കിട്ടുന്നില്ല എന്നുള്ളൊരു മൈൻഡിലേക്ക് മാറിയിട്ട് അതൊക്കെ ഒരു നേടിയെടുക്കുവാനുള്ള ഒരു അങ്ങനെയൊക്കെ പറഞ്ഞത്. അഭിനയം എന്നല്ല, ആ ഒരു മാനസികാവസ്ഥയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ലേ? എന്തായാലും നവാസ്ക ഇല്ലാത്ത കുറവ് തന്നെ ആയിരിക്കും അല്ലേ? ഇക്ക, സാരല്ല, എന്തായാലും കുറച്ചുകൂടെ നമുക്ക് ഒന്ന് അവരെ മാനേജ് ചെയ്യാം. അല്ലാതെ എന്താ സ്ഥിതി പറയാൻ പറ്റില്ല. പാവപ്പെട്ട ഉമ്മയെയും അവരെയും നിർത്തണ്ട എന്തൊക്കെ തന്നെയാലും കേട്ടോ. ഇന്നുകൂടെ ഞാനും നിങ്ങളും നമുക്കിവിടെ നിൽക്കാം, അതായിരിക്കും നല്ലത്. നുസി, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉമ്മയൊക്കെ പോയിക്കോട്ടെ, എനിക്കും നിനക്കും ഇവിടെ നിൽക്കാം അല്ലേ? അതല്ലേ നല്ലത്? അങ്ങനെ അതാ അന്ന് ഐഷുമ്മയോട് പറയുന്നു. ഉമ്മ, എന്നാൽ നിങ്ങളൊക്കെ പോയിക്കോളൂ, ഞാനും നുസിയും ഇവിടെ നിന്നോളാം. അത് കേട്ടപ്പോൾ അല്പം ഐഷുമ്മക്ക് സമാധാനം തോന്നി. അപ്പോൾ കുട്ടിയോ? അത് സാരല്ലമ്മ, കുഞ്ഞ് ഇവളെ കൂടെ നിന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. എന്നാൽ നുസൈബയുടെ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോകണോ കുട്ടിനെ? അതിനിപ്പോൾ എന്താ, 1-2 നേരം പാൽപ്പൊടിയെ കലക്കി കൊടുത്താൽ പോരെ? എന്നാൽ അത് കേട്ടപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. നുസി, നിനക്ക് എന്നാലേ കൊണ്ടേക്കോട്ടെ, ഇത്തിയുടെ അസുഖം മാറട്ടെ, അതുവരെയല്ലേ, സാരല്ല. അങ്ങനെ അത് കുഞ്ഞിനെ കൊടുക്കുമ്പോൾ നുസൈബ വിതുമ്പി കരഞ്ഞു. എൻ്റെ കുഞ്ഞ്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, സാരല്ല മോളെ, സാരല്ലടി, എൻ്റെ ഉമ്മാൻ്റെ ഇപ്പൻ്റെ അടുത്ത് തന്നെയല്ലേ, അതുകൊണ്ട് വിഷമം ഇല്ല. എന്നാൽ ഉപ്പ പറഞ്ഞു, മക്കൾ നിങ്ങൾ പോയിക്കോളി, ഞാനും ഇവളും ഇവിടെ നിന്നോളാം. അല്ല, നിങ്ങൾ പോയിക്കോളി, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അങ്ങനെ അന്ന് നുസൈബയും ഷമ്മാസും സൗദിയുടെ കൂടെ നിൽക്കുന്നു. എന്തൊക്കെ തന്നെയായാലും എന്തായിരിക്കും ഇതിൻ്റെ ബാക്കി? സൗദിയുടെ അസുഖം മാറുമോ? അവൾക്ക് എന്തിൻ്റെ പ്രശ്നമാണ്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.